ഹലോ മക്കളെ, എൻ്റെ കുഞ്ഞു മക്കളെല്ലാവരും ഇപ്പോൾ കുഞ്ഞു മക്കളിൽ നിന്ന് കുറച്ചൊന്ന് മാറിയത് പ്ലസ് വണ്ണിലെത്തി അല്ലേ. അപ്പോൾ പ്ലസ് വണ്ണിലെത്തിയ സമയത്ത് നമ്മുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. 10ാം ക്ലാസ്സിൽ നല്ല അടിച്ചു പൊളിച്ച് കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ വലിയ വലിയ ചാപ്റ്റേഴ്സും കണ്ടൻറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോഴായിരിക്കും നമ്മളിങ്ങനെ ചിന്തിക്കണേ, 10ാം ക്ലാസ് എന്ത് രസമായിരുന്നു, കുഞ്ഞു ചാപ്റ്റേഴ്സ് കുറച്ച് പഠിച്ചാൽ മതി അല്ലേ. ഇവിടേക്ക് എത്തിയപ്പോഴാണെങ്കിൽ ഡെപ്തും കൂടി എല്ലാം കൂടി. അപ്പോൾ നമുക്ക് പിന്നെ പതിയെ സാധാരണ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ ആൾക്കാർ പ്ലസ് വണ്ണിലേക്ക് എത്തുമ്പോൾ ആദ്യമൊക്കെ കുറച്ചൊന്ന് ബാക്കൗട്ടായി പോകും. അപ്പോൾ അത് ബാക്കൗട്ടായി പോകാനുള്ള ഒരു കാരണം നമ്മുടെ മനസ്സാണ്. നമ്മൾ ചിന്തിച്ച് തുടങ്ങും, ഇതെന്നെക്കൊണ്ട് പറ്റില്ല, 10ാം ക്ലാസ് പോലെയല്ല പ്ലസ് വൺ. പിന്നെ നമ്മുടെ സീനിയേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ കേൾക്കും, തീർന്നു പ്ലസ് വണ്ണ്, തീർന്നു സയൻസ് എടുത്താൽ തീർന്നു അല്ലേ. അപ്പോൾ നമ്മുടെ മൈൻഡിനോട് എന്താ പറയുക, തീർന്നു, നീ തീർന്നു, നിൻ്റെ തീർന്നു. നമ്മുടെ കുഞ്ഞു ബ്രെയിൻ അല്ലേ, നിങ്ങളെല്ലാവർക്കും അറിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതൊരു പാവമാണ്, ഒരു കുഞ്ഞു കുട്ടിയാണ്. നമ്മൾ എന്താണോ പറയുന്നത് അതാണ് നമ്മുടെ ബ്രെയിൻ കേൾക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ ചുറ്റുപാടുന്ന് കേൾക്കുകയാണ്, പ്ലസ് വൺ ടഫാണ്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അത് നമ്മളിങ്ങനെ കേട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് അതൊക്കെ ഫീഡ് ആവാൻ തുടങ്ങും. നമ്മൾ കേൾക്കുന്ന കാര്യമല്ലേ നമ്മുടെ ബ്രെയിനിലല്ലേ എത്തുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ബ്രെയിൻ വിചാരിക്കും, ഇത് പ്രശ്നമാണ്, ഇത് ടഫാണ്, ഇത് സ്ട്രെസ്ഫുള്ളാണ്, തീർന്നു, ലൈഫ് തീർന്നു. അപ്പോഴാണ് ശരിക്കും നമ്മൾ ചിന്തിക്കുക, ഇതിങ്ങനെയാണല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് എന്താണ്, നമ്മൾ എത്ര ആഗ്രഹത്തോടെ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് പറയും, നമ്മുടെ ബ്രെയിൻ പറയും, നിന്നെക്കൊണ്ട് പറ്റില്ല, നീ തീർന്നു. കാരണം നമ്മൾ ആ കുഞ്ഞു ബ്രെയിനിനെ ഓൾറെഡി പഠിപ്പിച്ച് വെച്ചിരിക്കുക ഇത് പറ്റില്ല എന്ന്. അപ്പോൾ കാര്യം എവിടെയാണ് കിടക്കുന്നത്, നമ്മുടെ ബ്രെയിനിലാണ് അല്ലേ, നമ്മുടെ ചിന്തയിലാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് മാറ്റി ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ശരിക്കും ഈസിയാണ്. കാരണം ഇത് മിസ്സിൻ്റെ കുട്ടികളിൽ നമ്മൾ ബയോളജിയിൽ തന്നെ ഞാനൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാരണം എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു ബയോളജിയിൽ ഒരു ടഫായിട്ടുള്ള ചാപ്റ്റർ ഉണ്ടായിരുന്നു പ്ലസ് വണ്ണിൽ, അനിമൽ കിങ്ഡം അറിയുന്നവർക്കറിയാം. അപ്പോൾ ഇത് ഭയങ്കര ടഫാണ് കുട്ടികളപ്പം നമ്മുടെ ബാച്ചിൽ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ തന്നെ ഇത് ടഫാണ് മിസ്സേ, സ്കൂളിൽ നിന്ന് ഇത് ഭയങ്കര ടഫായിരുന്നു, പഠിക്കാനേ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, ഇതങ്ങനെയല്ല മക്കളെ, ഇത് ഈസിയുള്ള ചാപ്റ്ററാണ്, ഇത് അടിപൊളിയാക്കി തരാം, ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും എന്ന് പറഞ്ഞു. അപ്പോൾ അവരപ്പോൾ തന്നെ ഫീഡ് ചെയ്യാൻ തുടങ്ങി, ഇത് ഈസിയാണ്. ആൻഡ് ഇപ്പോൾ എൻ്റെ പ്ലസ് ടുവിലുള്ള നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും ഫേവറേറ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അത് എന്താ, നമ്മുടെ മെൻറ്റാലിറ്റിയാണ്, നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള കുഴപ്പമാണ്. നമ്മളത് ഈസിയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനോട് പറഞ്ഞു കൊടുക്കാം, ഇറ്റ്സ് ഈസി. അത് ബ്രെയിൻ പറയും ഇത് ഈസിയാണ്. ഈസിയുള്ള കാര്യം പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ വേഗം അങ്ങോട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതേപോലെയാണ് നമ്മുടെ പ്ലസ് വൺ. നമ്മൾ ആ തുടക്കത്തിലുണ്ടാകുന്ന, പ്രത്യേകിച്ച് മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വന്ന മിസ്സിനെ പോലത്തെ മക്കളൊക്കെ ആണെങ്കിൽ അപ്പോൾ വിചാരിക്കും, ഇത് എന്നെക്കൊണ്ട് പറ്റില്ല, വല്ല കൊമേഴ്സ് എടുത്തല്ലേ. കൊമേഴ്സ് എന്താണെന്നോ കൊമേഴ്സിൻ്റെ ടഫ്നെസ് എന്താണെന്ന് അറിയാതെയാണ് നമ്മൾ പറയുന്നത്, കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുത്ത് പോയാൽ മതിയായിരുന്നു. എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ ആ തുടക്കത്തിൽ ട്രാക്കിൽ കയറുമ്പോഴുള്ള ആ ബുദ്ധിമുട്ട് കാരണം നമ്മളിത് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ നെഗറ്റീവായിട്ട് ഫീഡ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മളെ കൊണ്ട് പിന്നെ പറ്റാതെയാവും. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഈസി ആയിട്ടുള്ള, അല്ലേ, നിങ്ങളുടെ മുമ്പിൽ എത്രയോ ആൾക്കാർ പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ പറ്റുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഈ നെഗറ്റീവ് തോട്ട്സിനെ നമ്മുടെ മൈൻഡിൽ നിന്ന് കളയണം. പോസിറ്റിവിറ്റി നിറച്ചങ്ങോട്ട് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല. ആൻഡ് ഫുൾ A+ നിങ്ങളെല്ലാവരും വാങ്ങിക്കും. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ടൊക്കെ നിന്ന് എൻ്റെ മക്കൾക്ക് അടിപൊളിയായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോകണ്ട, നമ്മുടെ എക്സാമിനറിൽ അതിൻ്റെ സൊല്യൂഷൻ ഉണ്ട്. അതാണ് നമ്മുടെ അഗ്നി ബാച്ച്. നമ്മുടെ അഗ്നി ബാച്ചിൽ ഒന്നാമത് എൻ്റെ മക്കളെ നെഗറ്റീവ് പഠിപ്പിക്കാനായിട്ട് ആരുമില്ല. എല്ലാം തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആകുന്ന രീതിയിൽ. ഒന്നാമത് നമ്മൾ പോസിറ്റീവായിട്ടാണ് നമ്മൾ പഠിക്കാനിരിക്കുക. ആൻഡ് അത് മാത്രമല്ല, അത് അങ്ങനത്തെ രീതിയിലേക്ക് നമ്മൾ മാറ്റും. എല്ലാം അടിപൊളിയാണ്, ഈസിയാണെന്ന് പറഞ്ഞിട്ട് കട്ടക്ക് നിങ്ങൾക്ക് ടഫായിട്ടുള്ള രീതിയിലൊന്നും മനസ്സിലാവാത്ത രീതിയിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ഫീഡ് ചെയ്ത് കഴിഞ്ഞാലും മനസ്സിലാവില്ല അല്ലേ. പക്ഷെ നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റവും ഈസിയസ്റ്റ് ആക്കി തരും. നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാകുന്ന രീതിയിലായിരിക്കും നമ്മുടെ ബാച്ചിലെ ക്ലാസ്സുകൾ ഉണ്ടാവുക. ആൻഡ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾ തന്നെ പറയും, ഇത്രയും ഉണ്ടായിരുന്നുള്ളോ. അത് കഴിഞ്ഞ് നിങ്ങൾ ഇനിയിപ്പോൾ യൂട്യൂബിലെ ലൈവൊക്കെ നിങ്ങൾക്ക് വേണേൽ വെറുതെ ഇരുന്ന് കാണാം, റിവിഷൻ പോലെ. അത് മാത്രമല്ല, നമ്മുടെ ബാച്ചിലർ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിൽ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ നോക്കിയിരിക്കാം, ഇതൊക്കെ ഞാൻ എപ്പോഴോ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ മക്കൾക്ക് പഠിച്ച് ക്ലാസ്സിലൊക്കെ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ
നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, വേറെ എവിടെയും പോകണ്ട, നല്ല അടിപൊളിയായിട്ടുള്ള ക്ലാസ്സസ് ഏറ്റവും ബെസ്റ്റായിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് എടുക്കുന്നത്. ഓക്കെ, ആൻഡ് അതുമാത്രമല്ലാതെ ഇപ്പം നമ്മളൊരു ബാക്ക്ലോഗ് സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുന്ന ഒരു മക്കളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റത്തെ ചാപ്റ്റേഴ്സൊക്കെ ഇനിയിപ്പോൾ പഠിച്ചെടുക്കാനൊരു സമയം കിട്ടാതെയായിട്ട് തോന്നും, അല്ലാണ്ട് ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കറക്റ്റ് ഒരു ടൈം ടേബിൾ ഉണ്ടാവും. നിങ്ങൾക്ക് 9 മണി മുതൽ 10 വരെ നിങ്ങൾക്ക് എന്താണ് കഴിഞ്ഞു പോയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ ലൈവായിട്ട് നമ്മൾ എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ അതും നമ്മൾ കവർ ചെയ്യും. ഇനി നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഹാൻഡ് റിട്ടൺ നോട്ട്സ്, നമ്മൾ ക്ലാസ് പഠിപ്പിക്കുമ്പോൾ എഴുതിയ നോട്ട്സ് എൻ്റെ കുട്ടിക്ക് കിട്ടും. അത് കൂടാതെ നമ്മുടെ എക്സാമിനറിൻ്റെ ബുക്ക് സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അതും കൂടാഞ്ഞിട്ട് നമ്മുടെ റിവിഷൻ ബാച്ച് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇതുവരെയുള്ള വർഷം 2023 ഇപ്പോൾ കഴിഞ്ഞ നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ എക്സാമിൻ്റെ പോലും ക്വസ്റ്റ്യൻസ് ഒക്കെയുള്ള PYQ സെഷൻസും അതിൻ്റെ വീഡിയോസും അതിൻ്റെ സൊല്യൂഷൻസ് എല്ലാം ഉണ്ട്. ഇതൊക്കെ വെച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇനി എന്താ നോക്കി നിൽക്കണേ, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കൾക്ക് ഈ ഒരു നമ്പറിൽ 7592092021 മെസ്സേജ് ചെയ്യാം, ജോയിൻ ചെയ്യാം. നമ്മുടെ അഗ്നി ബാച്ചിൽ ഫുൾ പവർഫുള്ളായിട്ട് പഠിച്ച് ഫുൾ A+ഉം ഫുൾ മാർക്കും എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് വാങ്ങിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള മക്കൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം.